ഒട്ടും പ്രതീക്ഷിക്കാതെ കോയമ്പത്തൂരുള്ള ഇഷ ഫൗണ്ടേഷനിലും നമ്മളെ ഗുരുവായൂർ ക്ഷേത്രത്തിലും പോയതാണ് ഇന്നത്തെ കഥ. രാവിലെ ഏറ്റുമാനൂരപ്പനെ ഒരു ഗുഡ് മോർണിംഗും പറഞ്ഞിട്ട് അവിടെ നിന്ന് വണ്ടി അങ്ങ് എടുത്തു. പ്രതീക്ഷിക്കാതെ മഴ വീണുണ്ട് കേട്ടോ. കോട്ടയം കയറിയപ്പോൾ തൊട്ട് മഴയാണ്. പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ ഒരു ബോർഡ് കണ്ട് പിന്നെ നമുക്ക് നിർത്താതിരിക്കാൻ പറ്റൂല. അവിടെ നിന്ന് നല്ലൊരു ചായ കുടിച്ച് ഈ മഴയത്ത് നല്ലൊരു പഴംപൊരിയും തിന്നു കേട്ടാ. രാവിലെ അപ്പവും മുട്ടക്കറിയാണ് കഴിച്ചത്. ഗോൾഡൻ സ്പൂൺ എന്നാണ് ആ റെസ്റ്റോറൻറ്റ് പേര്. ഈ യാത്രയ്ക്കുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിൻ്റെ കോൺവൊക്കേഷൻ ആയിരുന്നു കേട്ടോ. അമൃത കോളേജിൽ കോയമ്പത്തൂർ ഇട്ടിമടയിലുള്ള അവിടോട്ടാണ് നമ്മളെ ഈ പോക്ക്. കുതിരാൻതുരകം പാസ് ചെയ്ത് തീരുമ്പം വണ്ടിയിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വന്ന വഴി ഒന്ന് നോക്കണം. എൻ്റെ മോനെ സൂപ്പർ വ്യൂ ആണ് കേട്ടോ. ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ച ഹോട്ടലിൻ്റെ പേരാണ് ബേഗ്രിൽ. ബൈപ്പാസ് റോഡിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് കേട്ടോ ഈ ഹോട്ടലുള്ളത്. ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചത് ചപ്പാത്തിയും നല്ല പെപ്പർ റോസ്റ്റ് ചിക്കനും ആയിരുന്നു. കൊള്ളായിരുന്നു രണ്ടും. കോയമ്പത്തൂരൊക്കെ വരണമെങ്കിൽ ഈ ഒരു ഹോട്ടലിൽ ട്രൈ ചെയ്തോ കുഡ. അങ്ങനെ ഉച്ചയ്ക്കത്തെ ഫുഡ് അടിയും കഴിഞ്ഞ് നേരെ നമ്മൾ അവിടെ കോളേജിലോട്ട് വിട്ടു. നമ്മൾ അമൃത കോളേജ് ചെന്നപ്പോൾ കോളേജിൻ്റെ ഗേറ്റ് കഴിഞ്ഞ് അകത്ത് കയറുമ്പോൾ ഒരു റെയിൽവേ ട്രാക്ക്, അവിടെ ബ്ലോക്ക്. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അവിടെ നിന്ന് നേരെ നമ്മൾ പോയി ഒരു റൂം എടുത്തിട്ട് വൈകിട്ട് വച്ച് വിട്ട് ഈഷ ഫൗണ്ടേഷനിൽ. എല്ലാവർക്കും ഒരു അത്ഭുതം തോന്നിയ ഒരു സ്ഥലമാണ് കേട്ടോ ഈഷ ഫൗണ്ടേഷൻ. അതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നിൽക്കില്ല. അതുകൊണ്ട് ഞാൻ ഒരു പാർട്ട് 2 പറയുന്നുണ്ട്.